ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പനി പിടിച്ച് സൈഡായിപ്പോയി ഗായ്സ്, അതുകൊണ്ടാണ് വീഡിയോസൊന്നും എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ പുതിയതായിട്ടൊരു കണ്ടൻറ്റും കൂടെ കണ്ടെത്തണം, എന്നാലേ വീഡിയോ എടുക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നങ്ങനെ ഒരു കണ്ടൻറ്റ് കിട്ടി, അതുകൊണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ കുഞ്ഞൻ്റെ ബർത്ത്ഡേയും നമ്മളുടെ വെഡിങ് ആനിവേഴ്സറിയൊക്കെ ഏകദേശം അടുപ്പിച്ചാണ് വരുന്നത്. കുഞ്ഞൻ്റെ ബർത്ത്ഡേ 26 നവംബർ 26, ഡിസംബർ 1 ഞങ്ങളുടെ ആനിവേഴ്സറിയാണ്. പനി കാരണം ഭയങ്കര എന്താണെന്നറിയില്ല, ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു, ഒരു കഥപ്പും ഒരു ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നുന്നു, എന്താണെന്ന് അറിഞ്ഞുകൂടാ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരവസ്ഥ. അപ്പോൾ സംസാരിക്കുമ്പോൾ കുറച്ച് കഥപ്പുള്ള പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ പിന്നെ അടുപ്പിച്ചായിരുന്നു. അപ്പോൾ കുഞ്ഞൂട്ടിന് കുറച്ച് ഗിഫ്റ്റ് നമ്മൾ ആരും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ വളരെ അടുത്ത കുറച്ച് ആൾക്കാർ തന്ന, റിലേറ്റീവ്സും വിനോദായിട്ട് കുറച്ച് ഫ്രണ്ട്സും തന്ന ഗിഫ്റ്റ്. അപ്പോൾ ഗിഫ്റ്റുകൾ നമ്മൾ അപ്പം തന്നെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു 2-3 ഡ്രസ്സ്, പിന്നെ കുറച്ച് കളിപ്പാട്ടങ്ങൾ, പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പം തന്നെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൊട്ടിച്ചിട്ടും നമുക്ക് ചാർജാക്കിയിട്ട് ശരിക്കും ഒന്ന് നോക്കാൻ പറ്റാത്തൊരു സാധനം ഞാൻ കാണിച്ചു തരാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് ആ സാധനം, നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ. ഇതാണ് ആ സാധനം. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നി. സാധാരണ കിട്ടുന്നതിൽ വെച്ചിട്ട് വെറൈറ്റി, സാധാരണ കുപ്പായം കളിപ്പാട്ടങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അതിൽ നിന്നും വെറൈറ്റി ആയ ഒരു സാധനം, കുട്ടികൾക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. നല്ല ക്ഷമയോടെ ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ, നല്ല അങ്ങനത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല യൂസ്ഫുള്ളാവുന്നൊരു സാധനമാണ്. ഇതിപ്പോൾ ഞാൻ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഒരു കളിപ്പാട്ടോ അല്ലെങ്കിൽ സാധനങ്ങളോ കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ യൂസ്ഫുൾ. പക്ഷേ കുഞ്ഞിനൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അവൻ്റെ ഒരു പ്രകൃതി അറിയാമല്ലോ, അവൻ ഭയങ്കര വികൃതിയാണ്. അപ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ അവന് 2 ദിവസം അതിനെ കൊണ്ട് കളിക്കുവാക്കുകയൊക്കെ ചെയ്യും. പിന്നെ അത് മെക്കാനിക്കൽ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ അത് നശിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ അവന് കൊടുക്കാതെ ഞാൻ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതുപോലെ തന്നെ സൂക്ഷിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഞാൻ സൂക്ഷിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്, നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോവും. അത്രയും കളക്ഷൻസ് എൻ്റെ അടുത്തുണ്ട്. അതിന് കുറേ സാധനങ്ങളുണ്ട് കാറ്റഗറി ആയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ എടുത്ത് വെച്ചിരിക്കുകയാണ്. കുഞ്ഞിന് 2-3 വട്ടം കൊടുത്തു. അവൻ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്, വർക്ക് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം നമുക്കതൊന്ന് നോക്കിയിട്ട് തരാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ സാധനം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സാധനം. കുട്ടികൾക്ക് വളരെ യൂസ്ഫുള്ളായും തോന്നിയോണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാർക്കെങ്കിലും ഇതുവരെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ കണ്ടിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മേടിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളായ സാധനം ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് അതിൽ വരുന്നത്. ഇതിലിട്ടിട്ടാണ് നമ്മുടെ കാർഡ്സ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്. ഇതിന് ചാർജ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഓൺ ആക്കേണ്ടത് ഇതായത് ഇവിടെ ഒരു ബട്ടൺ കണക്കുണ്ടാവും. നിങ്ങൾ ഈ ബട്ടൺ ഇത് ഓക്കെ. അപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട് സാധനം. അപ്പോൾ നെക്സ്റ്റ് ഇതിൽ വരുന്ന സാധനങ്ങളൊക്കെ എന്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ചാർജർ വരുന്നത്, കുഞ്ഞ് ചാർജറാണ്. ഇതിലിപ്പോൾ നമ്മൾ ഇത്ര പോലുള്ളൊരു ചാർജറാണ്. ഇതിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ഒരു കാർഡാണ്. ഈ കാർഡ് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് ഇതിൽ നോക്കിയിട്ട് ഒന്നുമില്ല, പ്രത്യേകിച്ച് പഠിക്കാനായിട്ടൊന്നുമില്ല, എങ്കിലും ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്കിതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. കുഞ്ഞ് വരുന്നുണ്ട്, ഇനിയിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ കാർഡ്സ്. ഇതാണ് നമ്മുടെ കാർഡ്സ്. എന്താ എടുത്തിട്ട് വരുന്നത്? ഇതൊരു സാധനം കുഞ്ഞിന് വേണോ? ആടി ഇരിക്കാണ് കാർഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ്സ്. ഇതിൽ നിന്ന് ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. കളിക്കുന്നുണ്ട്. അപ്പോൾ ഹായ് പറഞ്ഞേ. ഹായ്. ഇനി മിണ്ടിക്കൂടാ, വീഡിയോ എടുക്കട്ടെ. ബൈ കൂട്ടും. അപ്പോൾ ഓക്കെ, കുഞ്ഞിനും കൂടെ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ യൂസ് നിങ്ങൾക്ക് ശരിക്കും അത് യൂസ് ചെയ്യാത്തതുകൊണ്ട് ബൈ ബൈ പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ഇത് 4 കളറിൽ നമുക്ക് കാണുന്നുണ്ടോ, 4 കളറിൽ നമുക്കിത് അവൈലബിൾ ആണ്. കുറേ കാർഡ്സ് ഇതാ നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവും. 1, 2 ഒരു കാർഡിൻ്റെ തന്നെ 2 സൈഡിലും സാധനങ്ങളുണ്ട്.
പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ സ്കാൻ ചെയ്യുന്ന ഭാഗം താഴത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ അപ്പം നിങ്ങൾ സാധനം കണ്ടല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ സ്കാൻ ചെയ്യേണ്ട ഇതാ ഈ അടിയിലത്തെ ഭാഗം നേരെ തിരിച്ചാണ് കേട്ടോ ഇത് ഇടേണ്ടത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ സ്കാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്കെ ഇങ്ങനെയാണ്. നെക്സ്റ്റ് അപ്പോൾ ഇപ്പോൾ കുഞ്ഞൻ പറഞ്ഞ ഒച്ചയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായത്. കുഞ്ഞൻ പറയണേ കേട്ടോ. ഇടിയിരിക്ക് കുഞ്ഞനെ ഇടിയിരിക്ക്. എന്നെ ഇടുമ്പോൾ പറയണേ. അപ്പോൾ ഇതാ കുഞ്ഞ പറയുന്നത് നിങ്ങൾ കേട്ടോ കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത ഐറ്റം ഇതാ കണ്ടോളൂ. ഞാനിത് ഇതിലിടാൻ പോവാണ്. എന്താന്ന് പറഞ്ഞേ? എഗ്ഗ് പറഞ്ഞേ. ആ നെക്സ്റ്റ് ഐറ്റം ഇതാ ഞാനിതിൽ ഇതാണ് ഐറ്റം. ഓക്കെ, അപ്പോൾ സ്കാനർ മണ്ടിക്കൂടാ പിസ്സ. ആ ഓക്കെ. അപ്പോൾ ഒരു കാർഡിൽ 2 എണ്ണം വരുന്നതുകൊണ്ട് ഭയങ്കര യൂസ് ആയിരിക്കും. അപ്പം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ല, കുട്ടിയൊക്കെ ഇപ്പോൾ ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. കുഞ്ഞനിപ്പോൾ ഇതാ എവിടുന്നോ കേട്ടിട്ട് ഓടി വരികയാണ് കുഞ്ഞൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇങ്ങനത്തെ കുറച്ച് ബ്രെയിൻ ഡെവലപ്ഡായ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇവനൊരു ബോയ് ആയതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഇവന് കാറിനോടൊക്കെയാണ് കേട്ടോ കൂടുതൽ താല്പര്യം. ഇത് കാറിൻ്റെതൊക്കെ കേട്ടില്ലേ? അപ്പോൾ അതാണ് അവന് കൂടുതൽ താല്പര്യം. അപ്പോൾ ഇട മിണ്ടാണ്ടക്ക്. അപ്പോൾ ഇതാ ഈ സാധനമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു യൂസ്. മിണ്ടല്ല അട വെക്ക്. ഇതാ ഞാൻ ഇതിലിടുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഞാൻ എടുത്തത് ഇത്. അപ്പോൾ ഇങ്ങനെ ഓടുന്ന വെഹിക്കിൾസിൻ്റെ ഒക്കെ ആണെങ്കിൽ സൗണ്ട് കൂടുന്നുണ്ട്, എനിമൽസിൻ്റെ ഒക്കെ ആണെങ്കിൽ സൗണ്ട് കൂടുന്നുണ്ട്. ബാക്കി ഫ്ലവറിൻ്റെയും കാര്യങ്ങളുടെയും ഒന്നും സൗണ്ട് വരില്ല. ബാക്കി ഇടുന്ന LED സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതോ പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികളുടെ കയ്യിൽ കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. ഈ കാർഡിന് ചെറിയൊരു സ്ക്രാച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ആക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ സ്കാനിങ്ങിൻ്റെ ഭാഗം ചുളിയോ മടങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുന്ന സാധനം തന്നെയാണ്. അപ്പോൾ ഇനി ഇതാക്കല്ലേ. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇത് യൂസ്ഫുൾ ആണ്, നല്ല സാധനമാണോ എന്നുള്ളത്. മാത്രമല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ പറഞ്ഞേ. ബൈ.